ഒരേ സമയം ഒരു സൈഡിൽ പെയിൻ നിൽക്കുന്നു, മറ്റൊരു സൈഡിൽ സ്നേഹം നിൽക്കുന്നു. ഒരു സൈഡിൽ പെയിൻ നിൽക്കുന്നു, മറ്റൊരു സൈഡിൽ പ്ലഷർ നിൽക്കുന്നു. അപ്പോൾ പെയിനിനെയും പ്ലഷറിനെയും, പെയിനിനെയും സ്നേഹത്തെയും വ്യത്യസ്തമായി കാണാനും കഴിയാതിരിക്കുമ്പോഴാണ് അത് ട്രോമ ബോണ്ടായി മാറുന്നത്. അവരെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന ആൾ തന്നെയാണ് സ്നേഹിക്കുന്നത്, വേദനിപ്പിക്കുന്ന ആൾ തന്നെയാണ് പശ്ചാത്തപിക്കുന്നത്, കുറ്റങ്ങൾ ഏറ്റുപറയുന്നത്. വേദനിപ്പിക്കുന്ന ആൾ തന്നെയാണ് കൈൻഡ്നെസ് കാണിക്കുന്നത്, വേദനിപ്പിക്കുന്ന ആൾ തന്നെയാണ് എമ്പതിയോടെ ചേർത്ത് പിടിക്കുന്നത്. എന്നാൽ ഈ അബ്യൂസർ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾ തിരിച്ചു മടങ്ങും. അയാൾ എങ്ങനെയെന്നാൽ അയാൾ വീണ്ടും ഒരു ടെൻഷൻ ബിൽഡപ്പ് ചെയ്യും. ആ ടെൻഷനൊടുവിൽ അടുത്ത ഇവൻ്റ് സംഭവിക്കും. ആ ഇവൻറ്റിൽ വീണ്ടും അയാൾ അബ്യൂസീവായി പെരുമാറും. അതൊരു പൊട്ടിത്തെറിയിലേക്കോ അല്ലെങ്കിൽ ശാരീരികമായ ആക്രമണത്തിലേക്കോ മാനസികമായ ആക്രമണങ്ങളിലേക്കോ അവോയ്ഡൻസിലേക്കോ വൈകാരികമായ അറ്റാക്കിലേക്കോ ഒക്കെ അത് മാറും. അവിടെയും വിക്റ്റിം വീണ്ടും വേദനിക്കും, കരയും, സങ്കടപ്പെടും. അടുത്ത നിമിഷം അബ്യൂസർ വീണ്ടും ഏറ്റുപറയും, ഗിൽറ്റടിക്കും, ചേർത്ത് പിടിക്കും, സ്നേഹിക്കും, ലാളിക്കും. അപ്പോൾ ഈ പാറ്റേൺ എന്ന് പറയുന്നത് ഈ വിക്റ്റിമിനെ സംബന്ധിച്ച് ഒരു ലൂപ്പാണ്. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. സ്നേഹമുണ്ട്, അഫെക്ഷൻ ഉണ്ട്, ഗിൽറ്റ് ഉണ്ട്, റിലീഫുണ്ട്, പെയിൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അവർക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധ്യമല്ല.